അതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് അടുത്ത് വരും. എന്ത് എന്ത് ഹോമോസെക്ഷൽസിന്റെ ഒരു കാലം വരാൻ പോവാണ്. ഞാൻ പറയുന്നത് സാർവത്രികം, എവിടെയും സാർവത്രികം. അതിൽ 10ൽ 2 ആളാവും, പിന്നെ 10ൽ 4 ആളും, പിന്നെ 10ൽ 5 ആളാവും, പിന്നെ കൂടുതൽ ആളുകൾ ഹോമോസെക്ഷലുകളാവും. ഹബീബായി നബി പറഞ്ഞു ചെയ്തു, ആണാണിനെ കൊണ്ടും പെണ്ണിനെ കൊണ്ടും തൃപ്തിപ്പെടുന്ന കാലത്തല്ലാതെ ലോകാവസാനം സംഭവിക്കൂല. മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. ചേഞ്ച് ഒക്കെ ചേഞ്ചായി. അപ്പൊ ഞാനിവിടെ പറഞ്ഞുകൊണ്ടൊരു മതമാണെങ്കിൽ പോലും മനുഷ്യൻ ദുഷിക്കുമ്പോൾ അലകും പിടിയും മാറ്റും. അതുകൊണ്ടാണ് അത് ആധുനിക സമൂഹത്തിൽ വളരെ വളരെ അധികരിച്ച രൂപത്തിൽ നടക്കും. ഇതൊക്കെ കണക്കാക്കിയായിരിക്കാം ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് പറയുന്നത്. ബൈബിളും തൽമൂദും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള അതിനീചവും മോശപ്പെട്ടവുമായ ഒരു ജനതയാണ് സദൂമികൾ. മനസ്സിലായില്ല? മതത്തെ ജനങ്ങൾ വ്യവസ്ഥിതി ദുഷിക്കുമ്പോൾ മതത്തെയും ജനങ്ങൾ എന്ത് ചെയ്യും? അലകും പിടിയും ഏർപ്പെടുത്തും. അതിന് ഏറ്റവും നല്ലതും ചരിത്രപരവും കൃത്യവുമായ ഒരു ഉദാഹരണം കേട്ടോളൂ, നല്ലോണം കേട്ടോളൂ. അതായത് BC 18-ാം നൂറ്റാണ്ടില് എന്താ പറയാ, BC 18-ാം നൂറ്റാണ്ടില് മെഡിറ്ററേനിയന്റെ പരിസരത്ത് ജീവിച്ച ഒരു ജനതയാണ് സദൂമികൾ. വലിയ അകലെയല്ലാതെ മെഡിറ്ററേനിയന്റെ പരിസരത്ത്, ഒന്നുകൂടി പറഞ്ഞ ജെറൂസലേമിന്റെ വലിയ അകലെയല്ലാത്ത ഒരു ഏരിയയിൽ ആണ് അവർ കഴിഞ്ഞുകൂടുന്നത്. അവരാണ് സദൂമികൾ, ഗൊമോരികൾ. സദൂമികൾ എന്നാണ് പൊതുവെ അവരെ വിളിക്കുക. സദൂം, ഗൊമോറ അടക്കമുള്ള ഏകദേശം 4ഓളം കൊച്ചു കൊച്ചു പട്ടണങ്ങളിലായി 100,000-ലേറെ ജനത അവർക്കിടയിൽ ഉണ്ടായതായി പറയപ്പെടുന്നു. അവർക്ക് ആദ്യ ആഭാസകരവും നീചവുമായ ഒരു വൃത്തികേട് അവരിൽ നിലകൊണ്ടു. അതാണ് ഹോമോസെക്ഷാലിറ്റി. ആണിന്റെ പിന്നാലെ ഓടുക, പെണ്ണിന്റെ പിന്നാലെ ഓടുക. ആ ജനതയിലേക്ക് അയക്കപ്പെട്ട നബിയാണ് സയ്യിദുനാ ലൂത്ത്. ബൈബിൾ പഴയ നിയമത്തിൽ ലോത്ത് എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മെഡിറ്ററേനിയൻ പരിസരത്ത് ഏകദേശം എന്താ പറയാ, ഹെബ്രോണിന്റെ പരിസരത്ത്, ജെറൂസലേമിന്റെ പരിസരത്ത്, മെഡിറ്ററേനിയനിൽ നിന്ന് വളരെ അകലമല്ലാത്ത ഒരു പ്രദേശമാണ് എന്ത്? സദൂം. ഗൊമോറ അടക്കമുള്ള 4 കൊച്ചു പട്ടണങ്ങൾ. വളരെ ആഭാസകരമായ ഒരു വൃത്തികേട്, അതിനീചം, മനുഷ്യർക്കിടയിൽ ഒരു സദസ്സിൽ പോലും പറയാൻ പറ്റാത്ത വൃത്തികേട്. വ്യഭിചാരം എന്നതൊരു തെറ്റാണ്, പക്ഷെ അത് ചരിത്രാതീത കാലം മുതലേ നടന്നൊരു തെറ്റാണ്. വ്യഭിചാരം തെറ്റാണ്, ഒരു തെറ്റാണ്, ഒരു വൃത്തികേടാണ്. പക്ഷെ എന്നാലും മനുഷ്യർക്കിടയിൽ അത് പറയാം. എന്തുകൊണ്ട്? അത് നല്ല കാര്യമായതുകൊണ്ടല്ല, അത് ചരിത്രാതീത കാലം മുതലേ ജനങ്ങൾക്കിടയിലുള്ള ഒരു കാര്യമാണ്. എന്ത്? വ്യഭിചാരം. പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? വ്യഭിചാരം എന്ന് പറയുന്നതിൽ എന്താണുള്ളത്? പ്രകൃതിപരമായ കാര്യം നിയമപരമായി അല്ലാതെ ഉപയോഗിക്കണം. അത് വ്യഭിചാരം. പ്രകൃതിപരമായ ഒരു കാര്യത്തെ നിയമപരമായി അല്ലാതെ ഉപയോഗിക്കുന്നതിനാണ് എന്ത് പറയാ? അതല്ലേ വ്യഭിചാരം. മനുഷ്യബന്ധത്തിന്റെ വിശുദ്ധി അതിനൊരു പ്രത്യേക അതിർവരമ്പുണ്ട്. ഇങ്ങനെ ചെയ്യാവൂ. അപ്പൊ നിങ്ങളെ ഭക്ഷണം ഞാൻ കഴിക്കണമെങ്കിൽ ചോദിക്കണം, സ്ഥലം ഞാൻ അത് കഴിച്ചൂടെ? അപ്പൊ അതിന് ചിലത് അങ്ങനെ ആയിക്കോട്ടെ എന്നറിയും, ചിലത് അങ്ങനെ ആയിക്കോട്ടെ എന്നറിയാൻ പറ്റൂല. ചിലതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വൃത്തിയായോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ തന്നെയല്ലേ? അതാണ് വിചാരം. അത് തെറ്റാണെന്നാണ് 100% തെറ്റാണ്, 100% തെറ്റാണ്. എന്നാലും അത് പ്രകൃതിയിൽ വന്ന ഒരു കർമ്മത്തിന് വിരുദ്ധമായ ഒരു സംഗതി അതിലില്ല. പക്ഷെ അതിലെന്തേ ഉള്ളൂ? നിയമപരം അല്ല എന്നേ ഉള്ളൂ. അത് വലിയ തെറ്റാണ്, ചെറുതായി കാണുന്നേ ഇല്ല, വലിയ തെറ്റാണ്. അതേസമയത്ത് ഹോമോസെക്ഷാലിറ്റി എന്നതിനെ നമ്മൾ എന്താ പറയുക? അതിന് അനുവദിക്കാവുന്ന ഒരു ന്യായമല്ല. എന്തുകൊണ്ട്? പ്രകൃതിയിൽ കൃത്യമാക്കിയ കാര്യം മാത്രമേ നിയമമായി സ്വീകരിക്കപ്പെടുള്ളൂ. തിരിഞ്ഞിട്ടില്ല. ഒരു ആണ് പെണ്ണിനെ കല്യാണം കഴിക്കാം. എന്തുകൊണ്ട്? പെണ്ണും ആണും തമ്മിലുള്ള അഭിനിവേശം എന്നത് നൈസർഗികാണ്. സ്ത്രീണാഭിനിവേശം എന്നത് സ്വാഭാവികമാണ്. അല്ലെ? അങ്ങനെ തന്നെ പ്രകൃതി ദത്തമാണ്, അള്ളാഹു തന്നതാണ്.
പ്രകൃതിദത്തം എന്ന് നമ്മൾ പറയും. തന്നത് അള്ളാഹു തന്നെ, അള്ളാഹുവിന്റെ ദാനമാണ്. പക്ഷെ നമ്മൾ പ്രകൃതിദത്തം എന്നൊരു വാക്ക് പോലും അതിന് ഉച്ചരിക്കും. പ്രകൃതിയിൽ എല്ലാവർക്കും അള്ളാഹു കൊടുക്കുന്നവര്. ഇനി ഒരാൾക്ക് അഭിനിവേശം ഇല്ലെങ്കിലും മരുന്നുകൊണ്ട് പോകും. പെണ്ണിനോട് ഒരാൾക്ക് അഭിനിവേശം ഇല്ലെങ്കിൽ അവൻ ആശുപത്രി കൊണ്ടുപോകും. ആണിനോട് ഒരാൾക്ക് അഭിനിവേശം, ഒരാണിന് പെണ്ണിനോട് അഭിനിവേശം ഉണ്ടായിട്ടില്ലെങ്കിൽ അവനെ ഡോക്ടറെ കാണിക്കും. തിരിച്ച് ആണിനോട് അഭിനിവേശം ഉണ്ടായാലും ഡോക്ടറെ കാണിക്കും. സൈക്കോളജി വളരുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡോട് കൂടിയൊക്കെയാണ് സൈക്കോളജിക്ക് വലിയ വികാസം വരുന്നത്. ഈ വിഷയത്തിൽ ഹോമോസെക്ഷാലിറ്റിയിൽ വലിയ പഠനം നടത്തിയ ലോകപ്രശസ്തനായ സൈക്കോളജിക്കൽ എന്താ പറയുക ഒരു സ്കോളറാണ്, വലിയ പണ്ഡിതനായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ് ഈ വിഷയത്തിൽ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതെന്താണ്? ഇത് വലിയ നാശാണ്, ഇത് വലിയ ആപത്താണ്, ഇത് വലിയ ഒരു രോഗമാണ്, ഇത് ചികിത്സിക്കണം. അപ്പോൾ മനസ്സിലാവേണ്ട പറഞ്ഞത് എന്തുകൊണ്ട് അത് രോഗമാണ്. ഒരാണിനോട് അഭിനിവേശം ഉണ്ടാവുന്ന രോഗമാണ്, പെണ്ണിനോട് അഭിനിവേശം ഉണ്ടാവുന്നത് രോഗമാണ്. സാത്താന്റെ നവലോകക്രമം എന്നൊരു പുസ്തകം വരുന്നുണ്ട് നമ്മുടെ. ഇൻഷാ അല്ലാഹ് മനസ്സിലായില്ലേ? മുതിർന്നവർക്ക് മാത്രം വായിക്കാവുന്ന ഒരു പുസ്തകം, വാണിങ്ങോട് കൂടിയ പുസ്തകം. ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ സഹായത്താൽ ഇത്തരം കാര്യങ്ങൾ മുഴുവനും അതിൽ, അതായത് എത്രത്തോളം പിശാച് ആധുനിക ലോകത്തെ വരുതിയിലൊതുക്കി എന്നതിൻ്റെ ഒരു പഠനത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ പഠനത്തിൻ്റെ 2-ാം ഭാഗം ഇനി വേറെയുണ്ട്. അതിൻ്റെ പഠനത്തിൻ്റെ 1-ാം ഭാഗമാണ് സാത്താന്റെ നവലോകക്രമം. പുതിയ പുസ്തകം 2 മാസം കൊണ്ട് പുറത്തിറങ്ങും ഇൻഷാ അല്ലാഹ്. പണിയൊക്കെ കഴിഞ്ഞു, എല്ലാ പണിയും കഴിഞ്ഞു, ഇനി പ്രസ് കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ സഹായത്താൽ. വളരെ ചിന്തിക്കണം. അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയത് കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ വലിയ ഒരു രോഗാണല്ലോ. അപ്പൊ ആ ജനത അത് നീചാണല്ലോ, മനുഷ്യന്മാരുടെ പറയാൻ പറ്റൂല. ഈ നീചവൃത്തിക്ക് സദൂമികൾ അടിമപ്പെട്ടുപോയി. അപ്പോൾ അവരെ നന്നാക്കിയെടുക്കാൻ വേണ്ടി ഒരു റസൂലിനെ അള്ളാഹു നിയോഗിച്ചു. ആ റസൂലാണ് സയ്യിദുന ലോത്ത് അലൈഹിസ്സലാം. ലോത്ത് പറഞ്ഞിട്ടും അവർ നന്നായില്ല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിച്ചു. ആ ശിക്ഷയുടെ എക്കാലത്തെയും ആ നീച പ്രവർത്തകരുടെ അള്ളാഹു ദൈവകോപം അവർക്ക് വന്നു എന്നതിന് എല്ലാവരും അംഗീകരിക്കുന്ന, പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങൾ മുഴുവനും അംഗീകരിക്കുന്ന അടയാളമാണ് ഡെഡ് സീ, ചാവുകടൽ. സെമിറ്റിക് മതങ്ങളെല്ലാം അത് അംഗീകരിക്കും. ഇസ്ലാം, ബുദ്ധം, എന്താ പറയാ, ഇസ്ലാം, അതേപോലെ തന്നെ ക്രിസ്തു മതം, ജൂതമതം, ഇതൊക്കെയാണ് സെമിറ്റിക് മതങ്ങൾ. അപ്പൊ സെമിറ്റിക് മതങ്ങൾ മുഴുവനും അംഗീകരിക്കുന്ന ഒരു ദൈവകോപത്തിന്റെ ഇന്നും നിലനിൽക്കുന്ന അടയാളമാണ് എന്ത്? ഡെഡ് സീ അഥവാ ചാവുകടൽ ആണല്ലോ. അപ്പൊ ചാവുകടൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരിക്കലും ചെയ്യാനും ചിന്തിക്കാനും അറപ്പുള്ള ഒരു കാര്യം ചെയ്ത ഒരു ജനത നന്നാകാതെ വന്നപ്പോൾ ആ ജനതയെ നശിപ്പിച്ചതിന് ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് ഒരു അടയാളമാണ് എന്ത്? ചാവുകടൽ. ഈ ചാവുകടലിന്റെ പ്രാധാന്യവും ചാവുകടലിന്റെ പഠനവും കൊണ്ടുണ്ടാകുന്ന മനുഷ്യനുണ്ടാകുന്ന അതിൽ പഠിക്കേണ്ട ആ ജനതയും വൃത്തികേടിനെ പഠിക്കേണ്ടതിൻ്റെ അനിവാര്യതയും അല്ലേ ഏകദേശം 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ മനുഷ്യർ പഠിച്ചിട്ടുണ്ട്. എന്നാൽ 1987 ശേഷം ഇതൊരു സ്വാഭാവികമായ കാര്യമാണ്, ഇതെല്ലാവരിലും ഉണ്ടാവുന്നതാണ്, അതൊരിക്കലും സൈക്കോളജിക്കൽ പ്രശ്നമല്ല എന്ന രൂപത്തിൽ ആധുനിക ലോകം, യൂറോപ്പ് അതിനെ മാറ്റിമറിച്ചു. ഇന്ന് അത് യൂറോപ്പിൽ, അമേരിക്കയിൽ എന്നല്ല, ആധുനിക ലോകത്തെവിടെയും അത് ഒരു രോഗമല്ല. അതിന്റെ സദസ്സിൽ പറയുന്നത് വിഷമമല്ല. എന്തിനധികം കഴിഞ്ഞ 2023-24 എന്ന ഖത്തർ വേൾഡ് കപ്പ് 22-23 ഓക്കെ 22 അല്ലെങ്കിൽ 23 അങ്ങനെയല്ലേ, 24 മുമ്പാണ്. ഏതായാലും ഖത്തർ വേൾഡ് കപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന ഫിഫയുടെ പ്രസിഡന്റ് ഉദ്ഘാടന വേദിയിൽ ഞാൻ ഹോമോസെക്ഷലാണെന്ന് പരസ്യമായി പറഞ്ഞു. ഞാനൊരു സ്വവർഗാനുരാഗിയാണ് എന്ന് പരസ്യമായി പറയുകയാണ്. എന്ത്? ലോകത്തെ അംഗീകൃതമായ ഒരു വിനോദത്തിന്റെ ഏറ്റവും പ്രൗഢമായ മുന്നിൽ നിൽക്കുന്ന
ലോകത്തെ ആധുനിക ലോകക്രമത്തെ നിയന്ത്രിക്കുന്ന വിരലെണ്ണാവുന്ന ആളുകളിൽ ഒരാളാണല്ലോ ആര്? ഈ മനുഷ്യൻ പരസ്യമായി പറഞ്ഞു, ഞാൻ ഹോമോസെക്ഷലാ, എനിക്ക് ക്രോസ് ലിംഗത്തോടല്ല താല്പര്യം, എനിക്ക് എൻ്റെ ലിംഗത്തോട്. മനസ്സിലായില്ല? എനിക്ക് സ്ത്രീകളോടല്ല താല്പര്യം, എനിക്ക് പുരുഷന്മാരോട് പരസ്യമായി പറയാം. എവിടെ ആലോചിക്കണം? ഒരേ സമയത്ത് ലോകത്തെ ജനകോടികൾ വീക്ഷിക്കണം. അതുപോലെ ഒരു വിനോദമല്ലല്ലോ. ലോകം മുഴുവനും സർവാംഗീകൃതമായി. ഉദാഹരണം പറയും, ഒളിമ്പിക്സിൽ പലതരം കായിക വിനോദങ്ങളുണ്ട്. എന്നാൽ ആ വിനോദങ്ങളിൽ നിന്നെല്ലാം വേറിട്ട് ലോകത്ത് ഒരൊറ്റ വിനോദത്തിന് വേണ്ടി 4 കൊല്ലത്തിനൊരിക്കൽ ഒളിമ്പിക്സ് പോലെ ആവർത്തിക്കപ്പെടുന്ന ഒന്നാണല്ലോ എന്ത്? വേൾഡ് കപ്പ്. അല്ലെ? അതല്ലേ ആ വേൾഡ് കപ്പിൽ അതൊക്കെ. അതായത് ഒരു സാധാരണ കാര്യം, അതൊരു ബഹുമാനപരമായ കാര്യം, അതൊരു തെറ്റല്ല എന്ന് മാറി മറിഞ്ഞു. അങ്ങനെ വരുമ്പോൾ പ്രശ്നം സംഭവിച്ചു. അതായത് ഇത് 1987 ശേഷം വന്ന ഒരു ചേഞ്ചാണ്. ഈ 87-ന്റെയും 2025-ന്റെയും ഇടയിൽ യൂറോപ്പ് പല തരികിടം തലകുത്തി മറിയലും നടത്തി. മതങ്ങളെ സ്വാധീനിച്ചു. യൂറോപ്യൻ മതങ്ങൾ അത് അംഗീകരിച്ചു. അപ്പോൾ ബൈബിൾ ഒരു പ്രശ്നമായി. കാരണം പഴയ നിയമത്തിൽ പ്രശ്നമുണ്ട്. മനസ്സിലായില്ല? ആ യൂറോപ്പ് മുഴുവൻ അംഗീകരിച്ചു. ലാറ്റിൻ മതം അംഗീകരിച്ചു, സഭകൾ അംഗീകരിച്ചു. അതായത് സ്വർഗ അനുരാഗികളായി അവര് എന്താ പറയാ, ഒരു വെറ്റ്ലോക്ക്, അവർക്ക് ഒരു വിവാഹബന്ധമുണ്ടായി. ആണും വിവാഹബന്ധം, പെണ്ണും ആണും തമ്മിൽ വിവാഹബന്ധത്തിൽ വന്നാൽ പോലും അവരെ നിയമപരമായി അംഗീകരിക്കാം എന്നിടത്തേക്ക് യൂറോപ്യൻ ചർച്ചുകൾ മാറി. അപ്പോൾ അവർക്കൊരു പ്രശ്നം വന്നു. എന്താ പ്രശ്നം? വന്നു. അതുമുണ്ടായി. വിശദീകമായി പിന്നെ പറയാം. സദസ്സിൽ പറയുന്നതിന് പരിധിയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് മുഴുവൻ പറയാത്തത്. അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ ബൈബിൾ ഒരു പ്രശ്നമായി. അപ്പോൾ ചില ബൈബിൾ പ്രചാരകർ, അവരെ ഞാൻ ബൈബിൾ പണ്ഡിതർ എന്ന് പറയുന്നില്ല, ഒരു പണ്ഡിതൻ അങ്ങനെ പറയുന്നില്ല, പറഞ്ഞു അവർ ഹോമോസെക്ഷാലിറ്റിയുടെ പേരിലല്ല ആ ജനതയെ നശിപ്പിക്കപ്പെട്ടത്, പകരം നിർബന്ധിച്ചതിന്റെ പേരിലാണ്, ബലാത്കാരം. മനസ്സിലായി? ലോത്തിന്റെ വീട്ടിലേക്ക്, സയ്യിദുനാ ലൂത്ത് അലൈഹിസ്സലാം വീട്ടിലേക്ക് കയറി വന്ന 4 ചെറുബാല്യക്കാരെ കിട്ടാൻ വേണ്ടി അവർ മുറവിളി കൂട്ടി. അപ്പൊ ഉഭയകക്ഷി സമ്മതം ഇല്ല. ഉഭയകക്ഷി സമ്മതം ഇല്ലാതെ, മനസ്സിലായില്ലേ, ആ കുട്ടികളെ അവരുടെ ഹോമോസെക്ഷൽ പ്രവർത്തനങ്ങൾക്ക് വിട്ടുതരണം എന്ന് ആവർത്തിച്ചവർ ആവശ്യപ്പെട്ട് ലോത്തിന്റെ വീട് വളഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് അവരുടെ മേൽ ശിക്ഷ ഭവിച്ചത്. അല്ലാതെ എന്തല്ല, അവർ ഹോമോസെക്ഷലുകൾ ആയിട്ട് അല്ല. അപ്പൊ മതത്തിന്റെ അടിസ്ഥാനത്തെ പോലും എന്ത് ചെയ്തു? മാറ്റിമറിച്ചു. ലോകത്തിൽ നിന്ന് മാറ്റും. ഇതിപ്പോ കണ്ണിന്റെ മുന്നിൽ നടക്കുന്നതാണ്. കണ്ണിന്റെ മുന്നിൽ നടക്കുന്ന കാര്യം. അപ്പൊ ഇതൊക്കെ കണ്ണിന്റെ മുന്നിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പൊ ഞാൻ ജനിക്കുന്ന 1970 തൊട്ട് 1967 എൻ്റെ ജനനവർഷം 1967. അപ്പൊ 1967 കാലഘട്ടത്തിൽ ഇതൊക്കെ അതിൻ്റെ വിശുദ്ധതയിൽ ആ സംഗതി നിലനിൽക്കുന്നുണ്ട്. ഈ സംഭവം പിന്നെയും എൻ്റെ ജനന വർഷം കഴിഞ്ഞ് പിന്നെയും 20 വർഷം കഴിഞ്ഞ് 1987 ഇതിന് ചേഞ്ച് വരുന്നത്. കൃത്യമായി പഠിച്ചതുകൊണ്ട് പറയാണ്. അതായത് നേരത്തെ തന്നെ അവർ മുളവിളി കൂട്ടുന്നുണ്ട് ഹോമോസെക്ഷലുകൾ. അങ്ങനെ അതിന് അംഗീകാരം കൊടുത്തു യൂറോപ്പ്. മനസ്സിലായോ? ആ അവസ്ഥക്ക് അവർക്ക് അംഗീകാരം കൊടുക്കുന്നത്, അതായത് അംഗീകാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ ഒരു രോഗമായും ചികിത്സ കിട്ടേണ്ട രോഗമായി അംഗീകരിച്ചിരുന്നു. ഏതുവരെ? 1987 ശേഷം ഹോമോസെക്ഷാലിറ്റിക്ക് ചികിത്സയില്ല ലോകത്തെവിടെയില്ല. എന്തുകൊണ്ട്? ആധുനിക ലോകം അത് എടുത്തു കളഞ്ഞു. അതൊരു രോഗമല്ല. ഞാൻ അതാ പറയാം, വർഷം ഹോമോസെക്ഷാലിറ്റിക്ക് ചികിത്സ നിഷേധിക്കുന്ന ലോക ചരിത്രത്തിലെ ആദ്യത്തെ വർഷം 1987 ആണ്, 1987.
ഒരു കാര്യം രോഗമല്ലാന്ന് ലോകം അംഗീകരിക്കലാണോ? ആണല്ലോ. അതിനെന്തുണ്ടാവൽ? അംഗീകാരം നിഷേധിക്കും. അംഗീകാരം നിഷേധിച്ച പിന്നെ ചികിത്സ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? പറ. അതൊരു നൈസർഗികമായ കാര്യമാണ്. അതെന്തല്ല? ഒരു രോഗമല്ല. രോഗമാണെങ്കിൽ ആഗോളതലത്തിൽ ഏതു തരം മരുന്നുണ്ടായാലും മരുന്നില്ലെങ്കിലും ഈ ചില കാര്യങ്ങൾക്ക് മരുന്നുണ്ടാവില്ല. ഇപ്പൊ HIV പോസിറ്റീവായി വന്നപ്പോൾ അതിന് ലോകത്തിന് മുന്നിൽ മരുന്നില്ല. പക്ഷെ ലോകം അതിന് വിശഗ്വരന്മാര്, ലോകം കണ്ട സയന്റിസ്റ്റുകൾ, മെഡിക്കൽ സയന്റിസ്റ്റുകൾ, അവര് അതികഠിനമായ ത്യാഗത്തിലും മരുന്നിന്റെ അന്വേഷണത്തിലും അവർ ഏർപ്പെട്ടു. എന്തുകൊണ്ട്? അതെന്താണ്? രോഗമാണ്. മരുന്ന് കിട്ടിയാലില്ലെങ്കിലും. ഇത് രോഗമല്ലെങ്കിൽ അല്ലാന്ന് വന്നു കഴിഞ്ഞാൽ മരുന്നുണ്ടെങ്കിലും ചികിത്സ ഉണ്ടാവില്ല. മരുന്നുണ്ട്. അന്ന് വരെ പലരും അതിന് മുക്തരായിട്ടുണ്ട്. അതുവരെ അതിന് ചേഞ്ച്ഡ് എന്നൊരു സംഘടനയുണ്ട്. ചേഞ്ച്ഡ് എന്നൊരു സംഘടനയുണ്ട് ലോകത്ത്. ചേഞ്ച്ഡ്, CHANGED, ചേഞ്ച്ഡ്. അങ്ങനെ ചേഞ്ച്ഡ് എന്നാൽ ഒരു ചേഞ്ച് ആക്കപ്പെട്ടു എന്നല്ല ഉദ്ദേശം. ചേഞ്ച്ഡ് ഒരു അസോസിയേഷന്റെ പേര്. ചേഞ്ച്ഡ് എന്ന സംഘടന അവർ നേരത്തെ ഹോമോസെക്ഷലുകളായിരുന്നു. പിന്നീട് ചികിത്സ കാരണം അതിൽ നിന്ന് മുക്തരായിട്ട് പിന്നീട് അവര് അതിൽപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ആഗോള സംഘടനയാണ് എന്ത്? ചേഞ്ച്ഡ്. ലോകാംഗീകൃത സംഘടന. ഈ സംഘടനകൾ മുറവിളി കൂട്ടി. പക്ഷെ ലോകം ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ മതത്തിന്റെ അലവും പിടിയും വരെ മാറ്റി. നമ്മളെ കണ്ണിന്റെ മുന്നിൽ അത് മാറ്റുന്നു. അപ്പൊ എന്താ ഞാൻ പറയാൻ കാരണം അറിയോ? വ്യവസ്ഥിതികൾ മനുഷ്യർ ദുഷിച്ചു പോയാൽ അതിന്റെ അലകും പിടിയും വരെ മതമാണെങ്കിൽ പോലും മാറ്റും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവം. ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് അടുത്തു വരും. എന്ത് ഹോമോസെക്ഷൽസിന്റെ ഒരു കാലം വരാൻ പോവാണ്. ഞാൻ പറയുന്നത് സാർവത്രികം, എവിടെയും സാർവത്രികം. അതിൽ 10ൽ 2 ആളാവും, പിന്നെ 10ൽ 4 ആളും, പിന്നെ 10ൽ 5 ആളാവും, പിന്നെ കൂടുതൽ ആളുകൾ ഹോമോസെക്ഷലുകളാവും. ഹബീബായ് നബി പറഞ്ഞു ചെയ്തു, ആണാണിനെ കൊണ്ടും പെണ്ണിനെ കൊണ്ടും തൃപ്തിപ്പെടുന്ന കാലത്തല്ലാതെ ലോകാവസാനം സംഭവിക്കൂല. മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ചേഞ്ചായി. അപ്പൊ ഞാനിവിടെ പറഞ്ഞുകൊണ്ടൊരു മതമാണെങ്കിൽ പോലും മനുഷ്യൻ ദുഷിക്കുമ്പോൾ അലകും പിടിയും മാറ്റും. അതുകൊണ്ടാണ് അത് ആധുനിക സമൂഹത്തിൽ വളരെ വളരെ അധികരിച്ച രൂപത്തിൽ നടക്കും. ഇതൊക്കെ കണക്കാക്കിയായിരിക്കാം ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് പറയാൻ കഴിയും. മാറ്റം കഴിയില്ല. വ്യാഖ്യാനങ്ങൾ മാറ്റം ചെയ്യും. ബൈബിൾ ആ പദം അവർ ഒഴിവാക്കിയിട്ടില്ല. ഇപ്പോൾ ബൈബിളിൽ ആ പദങ്ങളുണ്ട്. വ്യാഖ്യാനം മാറ്റി. മനസ്സിലാവുന്ന നിങ്ങൾ വളരെ ചിന്തിക്കണം. ഞാൻ കുറ്റവും കുറവൊന്നും പറയല്ല. ഒരു സമൂഹം എന്ന നിലയിൽ, ഒരു ധാർമ്മിക സമൂഹം എന്ന നിലയിൽ ധർമ്മ സംസ്ഥാപനത്തിനും ധർമ്മത്തിന്റെ പ്രചാരണത്തിനും ലോകത്ത് തുല്യതയില്ലാത്ത സേവനം ചെയ്ത ഒരു സമൂഹമാണ് ക്രിസ്ത്യാനിറ്റി. അത് ഞാൻ അംഗീകരിക്കുകയും അതിൻ്റെ ചരിത്രത്തിന് മുന്നിൽ ഞാൻ നമ്രശനസ്കനാവുകയും ചെയ്യാണ്. എനിക്ക് ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം അത്യാവശ്യം കുറച്ചെങ്കിലും അറിയാമെന്നത് കൊണ്ടാണ് ഞാൻ ക്രിസ്ത്യാനിറ്റിയെ ബഹുമാനിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് ക്രിസ്ത്യാനിറ്റി ആർട്ട് ചെയ്യാമെന്നുള്ള വാക്കല്ല, അങ്ങനെ മനസ്സിലാക്കരുത്. അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്. ലോകത്ത് ഏത് കാലത്തും ആ മതത്തിൻ്റെതായ സ്പേസ് ഉണ്ട്, ഇന്നുമുണ്ട്. ഒരു മതം അനിഞ്ഞ ഒരു മതം, ഏത് മതമായാലും ആ മതത്തിൽ അസാൻമാർഗികതയും ആധാർമികതയും ഒക്കെ കടന്നുകൂടിയാൽ പോലും മതത്തിന് ഒരു നിലക്കല്ലെങ്കിൽ ഒരു നിലക്ക് മതത്തിനെ സംബന്ധിച്ച് മതമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ മനുഷ്യരിൽ സ്വാധീനിക്കാൻ അതിന് കഴിയുകയും ചെയ്യും. ആ സ്വാധീനത്തിന്റെ ഫലം മറ്റു മതങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. നമ്മളെല്ലാം നമ്മളെ പഴയ കാലത്തെ ജനതകൾ അവരവരുടെ വീട്ടിൽ ഒരുത്തൻ്റെ വീട്ടിൽ ഹിന്ദു ആണ്, മറ്റേ വീട്ടിൽ ക്രിസ്ത്യാനി, ഹിന്ദു ഒക്കെ. എന്നാലും വാതിലടച്ച് എല്ലാവരും കിടന്നുറങ്ങും. എന്തുകൊണ്ട്? അവരൊക്കെ ദൈവവിശ്വാസമുള്ളവരാണ്. അപ്പോൾ ഒരു തോന്നിയാസ പരിധി വിട്ട് ചെയ്യൂല. കാരണം തനിക്ക് മേൽ ഒരു നിയമജ്ഞനുണ്ട് എന്നവർക്ക് ബോധമുണ്ട്. അതേസമയത്ത് എത്തിസ്റ്റുകൾ നാടാകെ നടന്നാൽ എന്താ നടക്കാത്തത്? അവരെ മേലെ ആരാളുള്ളത്? അവർക്ക് ആരാ ചോദിക്കാനുള്ളത്? അവരോട് ആരുടെ? ഹിന്ദു ഒരു തോന്നിയാസം ചെയ്യുകയാണെങ്കിൽ മനസ്സിലായില്ലേ? ഒരു ഹിന്ദു ഒരു രാത്രി ഒരുത്തൻ്റെ വീട്ടിൽ ഭർത്താവില്ലാത്ത പെണ്ണിൻ്റെ വാതിലുന്തിയാൽ ഈ മുറിൻ്റെ അപ്പുറത്തുനിന്ന് ഒരാൾക്ക് പറയാലോ, നിങ്ങൾ ദൈവവിശ്വാസികൾ, നിങ്ങൾ ഈ തോന്നിയാസം ചെയ്യാൻ നടക്കാൻ പാടുള്ളൂ എന്ന് അതയാളെ ചിന്തിപ്പിക്കും. ഇത് എത്തിസ്റ്റിന് പറയാൻ പറ്റുമോ? അപ്പൊ ഈ എത്തിസ്റ്റുകളുടെ കാലഘട്ടം വരെ വന്നു കഴിഞ്ഞു. ഇവരൊക്കെ കുതിര ശക്തിയിലാണ്.